ഇന്ന് പരിശുദ്ധമായ മുഹറം 9 രാവ്, അതായത് താസുആ രാവ്. ഈ പരിശുദ്ധമായ രാത്രിയിൽ ഒരു ദിക്റും ഒരത്ഭുതം നിറഞ്ഞ സൂറത്തും പാരായണം ചെയ്താൽ ഒരു വർഷം, ശ്രദ്ധിക്കണം, മനസ്സ് നിറഞ്ഞ ഒരു വർഷം അള്ളാഹു നിങ്ങൾക്ക് സമ്മാനിക്കും. അപകടങ്ങളില്ലാത്ത, കണ്ണേറുകളേൽക്കാത്ത, പ്രതിസന്ധികളില്ലാത്ത സന്തോഷം നിറഞ്ഞൊരു കൊല്ലം പടച്ചോൻ നിങ്ങൾക്ക് തരും. അത്ര അത്ഭുതം നിറഞ്ഞ ആ സൂറത്ത് ഏതാണെന്ന് പഠിക്കണ്ടേ? ജീവിതത്തിൽ അത് അന്വർത്ഥമാക്കണം. 5000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരട്ടെ. അപ്പോൾ പരിശുദ്ധമായ താസുആ രാവ് കടന്നു വരുന്നു. പല രാജ്യങ്ങളിലും ഇത് ആശൂറാ രാവാണ്. ഏതായാലും ഈ പരിശുദ്ധമായ രാത്രികളിൽ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒരു സൂറത്ത് പാരായണം ചെയ്താൽ ഒരു വർഷം അള്ളാഹു നമുക്ക് വല്ലാത്തൊരു അപകടത്തിൽ നിന്നുള്ള കാവല് തന്നെ തരും. നമ്മൾ പഠിച്ചിരുന്നു മുഹറം 1 മുതൽ 10 വരെ രക്ഷയുടെ ദിനരാത്രങ്ങളാണ് അല്ലേ? ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിനരാത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ രക്ഷയുടെ മന്ത്രം ധാരാളം ചൊല്ലണം നമ്മൾ പഠിച്ചു. ഏതാണ് രക്ഷയുടെ മന്ത്രം? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇല്ലേ, നമ്മൾ ആ ചരിത്രമൊക്കെ പറഞ്ഞതാണ്. വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർക്കുക അല്ലേ? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം താഴെ വീണതല്ല, വീണതെവിടെയാ? ആഴക്കടലിലാണ്. ആഴക്കടലിൽ വെറുതെ വീണതാണോ? ആ ആഴക്കടലിൽ വീണ സമയത്ത് ഒരു ഭീമാകാരനായ മത്സ്യം കൂടെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിഴുങ്ങിയിട്ടുണ്ട് അല്ലേ? സുബ്ഹാനല്ലാഹ്. ആ ആഴങ്ങളിൽ കിടന്ന് യൂനുസ് നബി ചൊല്ലിയതെന്താ? ലാ ഇലാഹ ഇല്ല അൻത, പടച്ചോനെ നീയല്ലാതെ എനിക്ക് ആരുമില്ല അല്ലാഹ്. സുബ്ഹാനക്, എല്ലാ പരിശുദ്ധിയും നിനക്കാണല്ലാ, എനിക്കൊരു പരിശുദ്ധിയില്ല അല്ലാ. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ എൻ്റെ നഫ്സിനോട്, ഞാൻ നിന്നോട് അക്രമം ചെയ്തു പോയ റബ്ബേ. ഇത്രേ പറഞ്ഞുള്ളൂ അല്ലേ? ആ ദിക്റിൻ്റെ ഫലമെന്നോണം ആഴങ്ങളിൽ നിന്ന് അള്ളാഹു യൂനുസ് നബിയെ പൊക്കിയെടുത്തു. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. കടക്കണിയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ ത്വലാഖിൻ്റെ വക്കിലെത്തിയ പല ആളുകളും, അള്ളാഹു അതിൽ നിന്നൊക്കെ രക്ഷ കൊടുക്കട്ടെ. അതുപോലെ ഭർത്താവ് മദ്യപിച്ച് വീട്ടിൽ വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞവർ, അതുപോലെ വിവാഹം നടക്കുന്നില്ല, ഉസ്താദ് എൻ്റെ സഹോദരന് വിവാഹം നടക്കാൻ ദ്വാരക്കണം, അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞ, കേസുകൾ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. എന്തു ആയിക്കോട്ടെ, ഏത് പ്രശ്നമായിക്കോട്ടെ, ഈ പരിശുദ്ധ രാവും പകലും, അതുപോലെ ആശുറായിൻ്റെ രാവും പകലും ഒക്കെ വരുമ്പോൾ ഈ അത്ഭുതം നിറഞ്ഞ രക്ഷയുടെ ദിക്റും നമ്മൾ ഇന്ന് പഠിക്കുന്ന സൂറത്ത് ഓതിയിട്ട് അള്ളാഹിനോട് നിങ്ങൾ കൈനീട്ടിക്കോ, പടച്ചോ തട്ടിക്കളയൂല. പിന്നെ ഇങ്ങനെയുള്ള രാത്രികളൊക്കെ വരുമ്പോൾ നമുക്കെല്ലാം അള്ളാഹിനോട് ചോദിക്കാം അല്ലേ? കടം വീടണം പറയാം, അതുപോലെ തന്നെ മക്കളുടെ വിഷമങ്ങൾ പറയാം, മക്കൾ നന്നാകണം എന്ന് പറയാം, അതുപോലെ വീടിന് സ്ഥലമില്ല, സ്ഥലം കിട്ടാൻ ദ്വാരക്കാം, എല്ലാത്തിനും വേണ്ടി ദ്വാരക്കാം. പക്ഷെ നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് അതൊന്നും അല്ല അല്ലേ? ഞാൻ പറയാറുണ്ട് എപ്പോഴും അല്ലേ, ആദ്യം ചോദിക്കേണ്ടത് എന്താ? ഇല്ല, ഞാനൊരു ഉദാഹരണം എപ്പോഴും പറയാറുണ്ട്. ഭർത്താവ് യാത്ര പോകാൻ നേരത്ത് ഭാര്യയോട് ചോദിക്കണം, എടി ഞാൻ എന്താ എനിക്ക് കൊണ്ടുവരേണ്ടത്? ആ സമയത്ത് ഭാര്യ പറയണം, ഇക്കാക്ക പോയി വരുമ്പോൾ അവിടെ നിന്ന് ഇന്നാലിന്ന ടോപ്പ് വേണം, മറ്റേ ഡ്രസ്സ് വേണം, അല്ലെങ്കിൽ ആ ഓർണമെൻറ്റ്സ് വേണം. ഇതൊക്കെ പറയുമ്പോഴും അവൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇതൊന്നും അല്ല. അവൻ കേൾക്കാൻ ആഗ്രഹിക്കണം എന്താ? എൻ്റെ ഇക്കാക്കൊന്ന് വേഗം വന്നാൽ മതി, എനിക്ക് എൻ്റെ ഇക്കാക്കാനെ മതി അല്ലേ? ആ ഒരു വൈകാരികത ഉണ്ടല്ലോ, അത് നിങ്ങൾ ആദ്യം പറഞ്ഞു നോക്കിയേ. അത് ആദ്യം പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടി അവൻ തരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആദ്യം പടച്ചോനെ എനിക്ക് നിന്നെ വേണമല്ല, നിന്നെ കിട്ടണമല്ല, നിൻ്റെ ഇഷ്ടം എനിക്ക് വേണമല്ല. എടാ, ഇതൊക്കെ ചോദിച്ചിട്ട് നീ എനിക്ക് പുറത്ത് തന്നെയല്ല ഇല്ല, എൻ്റെ കൽബിൽ നിന്നോടുള്ള പ്രണയം ഒന്ന് നിറച്ച് തരണം പടച്ചോനെ. ഇത് ചോദിച്ചിട്ട് പടച്ചോൻ എൻ്റെ കടം വീട്ടിൽ തരണേന്ന് പറഞ്ഞാൽ സെറ്റാണ്. ആ സ്നേഹം വർക്കൗട്ടായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നിങ്ങൾക്ക് തരും. അപ്പോൾ ആദ്യം ചോദിക്കേണ്ടത് അള്ളാഹിനെയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. 40 അതിൻ്റെ കണക്കെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്ന് താസുആ രാവിന്
അതുപോലെ തന്നെ പലർക്കും ആശുറാരാവാണ്. നമുക്ക് ഏതായാലും ഇന്ന് കൃത്യ 7:30 ഒരത്ഭുതം നിറഞ്ഞ മജ്ലിസ്, വ്യത്യസ്തങ്ങളായ അത്ഭുത ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹിൻ്റെ മുമ്പിൽ നമുക്കൊന്ന് കൈ ഉയർത്തി പൊട്ടിക്കരയണം. വേണ്ടേ? അതുപോലെ തസ്വാഇൻ്റെ പകലും ആശുറാൻ്റെ രാവും പകലും ഒക്കെ അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇത്തവണ തസ്വാ രാവ് വരുന്നത് എപ്പോഴാ? അതായത് വെള്ളിയാഴ്ച രാവിലാണ് അല്ലേ? വെള്ളിയാഴ്ച രാവല്ലേ? വെള്ളിയാഴ്ച രാവിലെ തസ്വാ ദിവസം ഇങ്ങനെ വരുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം. ആശുറാ രാവാണ് വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത്. എന്നാലും വ്യാഴാഴ്ച ദിവസമാണ് തസ്വാ. അതായത് വ്യാഴാഴ്ചയുടെ നോമ്പും കൂടെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ നിമിഷമാണ്. അപ്പോൾ വ്യാഴാഴ്ചയാണ് തസ്വാ നോമ്പ്, അതായത് സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ദിവസം. വെള്ളിയാഴ്ചയാണ് ആശുറ നോമ്പ്. അപ്പോൾ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും കൂടെ ചേർന്ന് കിട്ടും. വ്യാഴാഴ്ചയുടെ രാവും വ്യാഴാഴ്ചയുടെ പകലും ഇതൊക്കെ കൂടെ മിക്സ് ചെയ്ത് കിട്ടുന്ന ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന നിമിഷത്തിൽ ഈ ദിക്ർ ചൊല്ലുന്നതോടൊപ്പം ഒരു സൂറത്ത് കൂടെ നമ്മൾ പാരായണം ചെയ്യണം. എത്ര വലിയ കടമാണ് വീടാനുള്ളതെങ്കിലും, എത്ര വലിയ പ്രയാസം നീങ്ങണമെങ്കിലും ഈ ഒരൊറ്റ സൂറത്ത് ഒരു തവണ മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ മതി. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്ത് പഠിപ്പിച്ചു തരുമ്പോൾ അത് എത്ര തവണയെന്നൊന്നും പറഞ്ഞിട്ടില്ല, മനസ്സറിഞ്ഞ് ഒറ്റ തവണ മതി. ഏതാണ് ആ സൂറത്ത്? ചെറിയ സൂറത്താണ്, സൂറത്തുൽ ഫീൽ. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. അല്ലേ? എന്താ അതിൽ പറയുന്നത്? ആനപ്പടയും കൊണ്ട് അബ്രഹത്ത് രാജാവ് കഅബ പൊളിക്കാൻ വരുമ്പോൾ അള്ളാഹ് കഅബക്ക് സംരക്ഷണം കൊടുക്കുകയാണ്. അല്ലേ? അബാബീൽ പക്ഷികളെ വിട്ട് ചുണ്ടിലിങ്ങനെ തീക്കനലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് വരണ പക്ഷികൾ. അത്ഭുതമല്ലേ അതൊക്കെ? ആനകളുടെ തലയിലേക്ക് ആ കല്ലുകൾ നിക്ഷേപിക്കുമ്പോൾ ചവച്ചരച്ച വൈക്കോൽ കൂന പോലെ ആനകളും ആ പടയാളികളൊക്കെ ചതഞ്ഞരഞ്ഞു പോയ ആ മനോഹരമായ നിമിഷമാണ് സൂറത്തുൽ ഫീലിൽ അള്ളാഹു പറയുന്നത്. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, മൻ ഖറഅ സൂറത്തുൽ ഫീൽ, സൂറത്തുൽ ഫീൽ ആരെങ്കിലും ഓതിയാൽ. അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതിൽ എണ്ണമില്ല. അപ്പം നമ്മൾ എത്ര വേണമെങ്കിലും ഓതാം. ഇഖ്ലാസോടെ ഒരെണ്ണം മതി. പ്രത്യേകിച്ച് മുഹറം 9, 10 എന്നൊക്കെ പറയണത് നമ്മുടെ ഒരു കൊല്ലം തീരുമാനിക്കപ്പെടുന്ന ഏറ്റവും മനോഹരമായ നിമിഷം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഇപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്, ഒരുപാട് പ്രവാചകന്മാരുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ ഉയർന്നു പോയ ദിനരാത്രങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ സൂറത്ത് ഓതുമ്പോൾ നമുക്ക് ഒരു കൊല്ലം വല്ലാത്തൊരു കാവൽ ലഭിക്കാൻ, വല്ലാത്തൊരു സുരക്ഷ ലഭിക്കാൻ, അപകടങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് വല്ലാത്തൊരു കാവൽ ലഭിക്കാൻ. അപ്പോൾ ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ഭൂമി കുലുങ്ങിയാൽ പോലും, മൊത്തത്തിൽ ജനങ്ങളെ രൂപം മറിച്ചാൽ പോലും ഇവർക്ക് അല്ലാഹു കാവൽ കൊടുക്കും എന്നാണ്. പല സമുദായത്തെ അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? രൂപം മാറ്റി പന്നിയുടെ കോലത്തിലൊക്കെ ആക്കിയിട്ടുണ്ട്, നന്ദികേട് കാണിച്ചുകൊണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സംഗതി സമൂഹത്തിൽ ഇറങ്ങിയാൽ പോലും ഈ സൂറത്തുൽ ഫീൽ ഡെയിലി ഒരു തവണ ഓതണ മനുഷ്യനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്തൊരു കാവൽ കിട്ടും എന്നാണ്. അല്ലേ? ഇപ്പം ചില പുത്തൻവാദികളായ ആളുകൾ മരിക്കാൻ നേരത്ത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പലപ്പോഴും മുഖത്ത് ഈ റസൂലുള്ളാഹിനെ സാധാരണക്കാരനാക്കി അള്ളാഹിൻ്റെ ഔലിയാക്കളെയൊക്കെ പരിഹസിച്ച ചില ആളുകൾ മരിക്കുന്ന സമയത്ത് മുഖത്തൊക്കെ ഒരു വല്ലാത്ത രൂപത്തിലേക്ക് മാറിപ്പോകുന്ന, ചില മൃഗങ്ങളുടേതിന് സമാനമായ രൂപത്തിലേക്കൊക്കെ മാറിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്നൊക്കെ കാവൽ ലഭിക്കാൻ സൂറത്തുൽ ഫീൽ കൃത്യമായിട്ട് ഓതണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരു തവണയെങ്കിലും ഓതാം. എന്തൊക്കെയാണ് അതിൻ്റെ മഹത്വങ്ങൾ? അള്ളാഹു റബ്ബുൽ ആലമീൻ അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് കാവൽ തരും. ഇപ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കിയേ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇന്നലെയും കൂടി ഞാൻ ഉണർത്തിയുള്ളൂ, നമ്മൾ ഈ ദിക്റുകളൊക്കെ ചൊല്ലുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന കാവലൊക്കെ വലുതാണ്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അപകടങ്ങളുണ്ടാകുമ്പോഴൊക്കെ പടച്ചോൻ ഇങ്ങനെ സ്മൂത്തായിട്ട് അങ്ങ് രക്ഷിക്കും. അതൊക്കെ ഈ ദിക്റുകളുടെ ഫലമാണ്, അല്ലെങ്കിൽ നമ്മൾ ഓതുന്നതിൻ്റെ ഫലമാണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും. ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. അള്ളാഹു അതൊക്കെ സ്വീകരിക്കട്ടെ. രണ്ടാമത്തത്, ശത്രുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഈ സൂറത്തുൽ ഫീൽ നിങ്ങൾ പാരായണം ചെയ്താൽ, നിങ്ങളുടെ ശത്രു ആരാണ് അവൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ അവളുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ഈ സൂറത്തുൽ ഫീൽ പാരായണം ചെയ്താൽ അവരെന്ത് കുതന്ത്രമാണോ നിങ്ങൾക്കെതിരിൽ മെനയുന്നത്, ആ കുതന്ത്രങ്ങളൊന്നും നടക്കൂല. പടച്ചോനതൊക്കെ ബാത്തിലാക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടു. അങ്ങനെയല്ലേ? ഇഖ്ലാസോടെ വേണം ഇതൊക്കെ, അല്ലേ? അള്ളാഹു തൗഫീക്കട്ടെ. മൂന്നാമത്തേത്, എത്ര വലിയ കണ്ണേറാണെങ്കിലും, കണ്ണേറെന്ന് പറഞ്ഞാൽ ഓടിച്ചാടി നടക്കണ ഒട്ടകത്തെ ചട്ടിയിലാക്കാൻ അത് മതിയെന്ന് ആരാ പഠിപ്പിക്കണത്? ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത്ര ഡേഞ്ചർ സാധനമാണ് ഈ നസർ, കണ്ണേർ എന്നൊക്കെ പറയണത്. ഈ കണ്ണേർ
നമുക്ക് ഫലിക്കാതിരിക്കാനായിട്ട് ഒരു കൊല്ലം ഡെയിലി എന്ത് ചെയ്താൽ മതി? സൂറത്തുൽ ഫീൽ. പ്രത്യേകിച്ച് ഈ മുഹറം 9-ാം രാവ്, 10-ാം രാവ്, അല്ലെങ്കിൽ 9-ന്റെ പകൽ, 10-ന്റെ പകലൊക്കെ മനസ്സറിനൊരു സൂറത്തുൽ ഫീൽ ഇഖ്ലാസോടെ കഴിയുമെങ്കിൽ ഈ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടൊരു 11 തവണ ഓതിക്കോ. അള്ളാഹു വല്ലാത്തൊരു കാവലൊരു കൊല്ലം തരും. ഓക്കെ. അതുപോലെ തന്നെ നമുക്കറിയാം സുബ്ഹിക്ക് മുമ്പുള്ള സുന്നത്തുണ്ട്, 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. നിസ്കരിക്കാറുണ്ടോ? മുടക്കരുത് കേട്ടോ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ റക്അത്തിൽ അലം നശ്റഹ് സൂറത്തും, രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ, ഈ നമ്മളിപ്പോൾ പഠിച്ച അലം തറ കൈഫ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ശത്രുവിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു രക്ഷ തരും. ഏറ്റവും വലിയ ശത്രു ആരാ? ശൈത്വാനാണ്. ആ ശൈത്വാനിൽ നിന്ന് രക്ഷ, മനുഷ്യന്മാരായ ശത്രുക്കളിൽ നിന്ന് രക്ഷ. പിന്നെ ഈ ശരീരം വേദനയാണ്. ചില സ്ത്രീകൾക്ക് എന്നും ഇങ്ങനെ ശരീരം വേദന 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 എന്നും വേദന. അത്തരം വേദനകളിൽ നിന്ന് ഈ സൂറത്തുൽ ഫീൽ ഈ സുബ്ഹിക്കുമ്പോൾ 2 റക്അത്തിൽ ഓതുന്നതിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. അതുപോലെ തന്നെ മൂലക്കുരു, പൈൽസ് രോഗം ബാധിച്ച ആളുകൾക്ക് ശമനം ഈ 2 സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് നിങ്ങൾ സുബ്ഹിക്കുമ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഉണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഒരുപാട് അത്ഭുതം നിറഞ്ഞ ഈ സൂറത്ത് ഇന്നത്തെ രാത്രി, നാളത്തെ പകൽ, നാളത്തെ രാത്രി, മറ്റന്നാളത്തെ പകൽ എല്ലാവരും ഓതണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ മുഹറം 9, 10 സുന്നത്തായ നോമ്പിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ വ്യാഴാഴ്ച ദിവസമാണ് താസുആ വരുന്നത്. അപ്പോൾ മുഹറം 9-ന്റെ സുന്നത്താക്കപ്പെട്ട നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റുവിട്ടുക ഞാൻ കരുതി. അല്ലെങ്കിൽ താസുആയിൻ്റെ, എങ്ങനെ മുഹറം 9-ന്റെ അല്ലെങ്കിൽ താസുആയിൻ്റെ നോമ്പ്, അക്കൂട്ടത്തിൽ വ്യാഴാഴ്ചയുടെ സുന്നത്താക്കപ്പെട്ട നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റുവിട്ടുക ഞാൻ കരുതി. അതുപോലെ തന്നെ ഖളാ ആയിപ്പോയ റമദാനിൽ നിന്നുള്ള ഖളാ ആയിപ്പോയ ഫർലാക്കപ്പെട്ട നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നാളത്തെ ദിവസം നോറ്റുവിട്ടാൻ ഞാൻ കരുതി. അല്ലെങ്കിൽ നേർച്ചയാക്കി വെക്കാം. നേർച്ചയും അതുപോലെ തന്നെ ഖളാഉം കൂടെ ഒരുമിച്ച് വീട്ടാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്ന്, ഫർള് ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ. സുന്നത്ത് എത്രയും ആകാം. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയാണെങ്കിലോ ആശുറാഇൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി. അക്കൂട്ടത്തിൽ ഖളാ ആയതോ നേർച്ചയാക്കിയതോ നമുക്ക് ചേർത്ത് വെക്കാവുന്നതാണ്. അള്ളാഹു വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എന്തായാലും വേണം. അപ്പോൾ ഈ രക്ഷയുടെ ദിക്റൊക്കെ ഈ സമയത്ത് ചൊല്ലുന്നത് വളരെ 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 പ്രത്യേകതയുള്ളതാണ്, ഇല്ലേ? അപ്പോൾ പലർക്കും ഇന്ന് താസുആയിൻ്റെ നോമ്പാണ്. നമ്മുടെ നാട്ടിൽ നാളെയാണ് താസുആ നോമ്പ്. അപ്പോൾ ഏതായാലും നോമ്പൊക്കെ പിടിച്ചിരിക്കുകയല്ലേ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന കിട്ടാൻ വേണ്ടി ഒരു 11 തവണ രക്ഷയുടെ ദിക്റൊന്ന് ചൊല്ലിക്കേ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. ഈ രക്ഷയുടെ മന്ത്രത്തിൻ്റെ ബറക്കത്തുണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരട്ടെ. നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക്, ആ പാവപ്പെട്ട ഉസ്താദിനെ സഹായിക്കുന്നതിലേക്ക് പല ആളുകളും ഹദിയ ചെയ്തിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആ ഹദിയയുടെ ബറക്കത്തുകൊണ്ട് നീക്കി കൊടുക്കട്ടെ. മനസ്സറിഞ്ഞ പാവത്തിന് ചേർത്ത് പിടിക്കണം കേട്ടോ. 2 നമ്പറിലേക്ക് ഹദിയ ചെയ്തിട്ട് വരുന്നില്ലെങ്കിൽ ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹദിയ ചെയ്യാവുന്നതാണ്. അള്ളാഹു അതിലേക്കൊക്കെ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ചു, മുഹറം 10-ന്റെ അന്ന് തൗബ സ്വീകരിച്ച പ്രവാചകൻ ആരാണ്? നബിയുല്ലാഹി, നമ്മുടെ വല്യപ്പയായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. വെള്ളിയാഴ്ച ദിവസം അസറിന് ശേഷമാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ്, ആശൂറ ദിവസം അല്ലേ. നമുക്ക് നല്ലൊരു റാഹത്തായ മജ്ലിസ് സംഘടിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചെങ്കടൽ പിളർത്തി മുഹറം 10-ന്റെ അന്ന് അള്ളാഹു രക്ഷിച്ചു. ആരിൽ നിന്നാണ് രക്ഷിച്ചത്? ആ രാജാവിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുറാഹിമായ റബ്ബേ, സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. പരിശുദ്ധമായ മുഹറത്തിലെ ആദ്യവത്തുകളിൽ ഞങ്ങൾ ഇരിക്കുന്ന ഇരുത്തം നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരണേ അല്ലാ. ഇതിൻ്റെ മിസ്ലെ സവാബ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ മദതും പൊരുത്തവും തരണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്, നീ പുറത്തു തരണേ അല്ലാ. ഒരുപാട് പ്രയാസങ്ങളിൽ മുങ്ങി നിൽക്കുന്നവരാണ്, കടക്കെണിയിൽ, അതുപോലെ തന്നെ മക്കളില്ലാത്ത വിഷമത്തിൽ, വിവാഹം നടക്കാത്ത സങ്കടങ്ങളിൽ, വീടില്ലാത്ത സങ്കടങ്ങളിൽ, അങ്ങനെ തുടങ്ങി എന്തെല്ലാം പ്രയാസങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ടോ ആ പ്രയാസങ്ങളൊക്കെ നീ അകറ്റണയല്ല. പരീക്ഷകളിൽ വിജയം നൽകണയല്ല. ഞങ്ങളുടെ മക്കളെ നന്നാക്കണയല്ല. യാ റബ്ബന, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ എല്ലാവരുടെയും ഖബർ നീ വെളിച്ചമാക്കണേ അല്ല. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ അല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.